ഹലോ വെൽക്കം. അപ്പം നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ജനറൽ എക്കണോമിക്സ് തുടങ്ങാണ്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ബ്ലോക്ക് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് വൺ മൈക്രോ എക്കണോമിക്സ് ആണ്. അതിലെ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഓക്കെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. എക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് എക്കണോമിക്സ്? എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തിക ശാസ്ത്രം മനുഷ്യരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ സംബന്ധിച്ചുള്ള ഒരു പഠനമാണ്. എന്നിവ സംബന്ധിച്ചുള്ള പഠനമാണ് എന്ത്? സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ജനറൽ എക്കണോമിക്സ് ഒക്കെ കിടക്കുകയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് കിടക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയണം. അപ്പം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഡെഫിനിഷൻ മനുഷ്യരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയൊക്കെ സംബന്ധിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? സാമ്പത്തിക ശാസ്ത്രം സാധാരണയായി രണ്ട് പ്രധാന വിഭാഗങ്ങളായി വേർതിരിക്കാം. നമ്മൾ സാധാരണയായി രണ്ട് പ്രധാന വിഭാഗങ്ങളെയാണ് സാമ്പത്തിക ശാസ്ത്രമാക്കല്. ഒന്ന് മൈക്രോ എക്കണോമിക്സും പിന്നെ മാക്രോ എക്കണോമിക്സുമാണ്. ഈ മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ വിഭാഗങ്ങൾ, അതായത് എന്നിവയുടെ പ്രവർത്തനം പഠിക്കുന്ന ശാഖ. അതായത് ഇൻഡിവിജ്വൽ, ഫേം, ഹൗസ് ഹോൾഡ്, മാർക്കറ്റ്, ഈ ചെറിയ വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ് കേട്ടോ. മാക്രോ എക്കണോമിക്സ് എന്താന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും വലിയ സാമ്പത്തിക ഘടനകളെ പഠിക്കുന്ന ശാഖ. അപ്പൊ മൈക്രോ ചെറുത്, മാക്രോ വലിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ രാജ്യങ്ങളുടെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും വലിയ സാമ്പത്തിക ഘടനകളെ പഠിക്കുന്ന ശാഖയാണ് മാക്രോ എക്കണോമിക്സ്. അടുത്ത ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പൊ ഒന്നും കൂടി ഇത് നന്നായിട്ട് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഡിസ്ക്രൈബ് എക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ്. വിവരിക്കുക, എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് ആണെന്നുള്ള വിവരിക്കുക. എങ്ങനെ വിവരിക്കും? സാമ്പത്തിക ശാസ്ത്രം ഒരു സാമൂഹിക ശാസ്ത്രമായി എക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ് പരിഗണിക്കുന്നതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. സാമ്പത്തിക ശാസ്ത്രം സമ്പത്തുമായി ബന്ധപ്പെട്ടത് എങ്ങനെ സാമൂഹിക ശാസ്ത്രമാകുന്നത്? അതിന് കാരണം ആവശ്യങ്ങൾക്കും വിഭവങ്ങൾക്കും ഇടയിലുള്ള മനുഷ്യരുടെ ബന്ധം. ആവശ്യങ്ങൾക്കും വിഭവങ്ങൾക്കും ഇടയിലുള്ള മനുഷ്യരുടെ ബന്ധത്തെ വിശകലനം ചെയ്യുന്നത് മൂലമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആവശ്യങ്ങൾക്കും വിഭവങ്ങൾക്കും ഇടയിലുള്ള മനുഷ്യരുടെ ബന്ധമാണ് സാമ്പത്തിക ശാസ്ത്രത്തെ എന്തായിട്ട് മാറുന്നത്? സാമൂഹിക ശാസ്ത്രമായിട്ട് കണക്കാക്കുന്നത് എന്ന് പഠിക്കുക. ഓക്കെ അല്ലെ? അടുത്തത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനലൈസ് ദ സ്കേസിറ്റി ഇൻ എക്കണോമിക്സ്. എന്താ സ്കേസിറ്റി എന്ന് പറഞ്ഞാൽ? അഭാവം, അപര്യാപ്തം എന്നൊക്കെ പറയും. അഭാവം, അപര്യാപ്തമായ ആവശ്യങ്ങൾ കേട്ടോ. അതായത് ഒന്നാമത്തതിൽ മൂന്നെണ്ണം ഉണ്ട്. സ്കേസിറ്റി ഇൻ എക്കണോമിക്സ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ് കേട്ടോ. അടുത്ത ചാപ്റ്ററിലും ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പോ ഈ ചാപ്റ്ററിൽ ഇതിൽ ചെറിയൊരു കുറച്ചേ പറയുന്നുള്ളൂ. അടുത്ത ചാപ്റ്ററിൽ ഒന്നും കൂടി വലുതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്കേസിറ്റി ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് അപര്യാപ്തമായ ആവശ്യങ്ങൾ, അൺലിമിറ്റഡ് വാൺസാ. മനുഷ്യന് തികയൂല അല്ലെ? എന്ത് കിട്ടിയാലും തികയൂല, പിന്നെയും പിന്നെയുള്ള ആവശ്യം. അതാണ് ഒന്നാമത്തത് സ്കേസിറ്റി, അഭാവം. എക്കണോമിക്സിലുള്ള കുറവ് എന്താ? സ്കേസിറ്റി എന്താ? നമ്മളെ അപര്യാപ്തമായ അൺലിമിറ്റഡ് വാൺസ്, നമുക്ക് ഒരുപാട് വേണം. പിന്നെ രണ്ടാമത്തത് പരിമിതമായ വിഭവങ്ങൾ, ലിമിറ്റഡ് റിസോഴ്സേ ഉള്ളൂ. നമുക്ക് ഒരുപാട് വേണ്ടിയിട്ട് കാര്യമില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അൾട്ടർനേറ്റീവ് യൂസസ്, അല്ലെങ്കിൽ പരിസ്ഥിതി ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് മൂന്നാമത്തത് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, നമ്മൾ ഒരുപാട് വേണം. അപ്പൊ നമ്മൾ ഏത് ഉത്പാദിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉള്ളതാണ്. പല രീതിയിൽ ഉത്പാദിപ്പിക്കണം. അതൊക്കെയാണ് നമ്മളെ അൾട്ടർനേറ്റീവ് യൂസസിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അപര്യാപ്തമായ ആവശ്യങ്ങൾ, അൺലിമിറ്റഡ് വാൺസ് എന്താ പറയുന്നത് നോക്കാം. മനുഷ്യരുടെ ആവശ്യങ്ങൾ അനന്തമാണ് അല്ലെ? അനന്തമാണ്, നമുക്കറിയാം. ഒരു ആവശ്യം നിറവേറ്റിയാൽ മറ്റൊന്നിന്റെ ആവശ്യം ഉടലെടുക്കും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന്റെ ആവശ്യം മനുഷ്യർക്ക് ഉണ്ടാവും. അതായത് ഇപ്പൊ ഭക്ഷണം, വസ്ത്രം, താമസം, വിദ്യാഭ്യാസം ഒക്കെ നേടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലും മുകളിലേക്കുള്ള ആഗ്രഹം തുടങ്ങിയ ആരംഭിച്ചാൽ ആവശ്യങ്ങൾ വലുതാവുന്നു. ഈ തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? അത് പോരാ എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പരിമിത വിഭവങ്ങൾ എന്നുള്ള പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ധാതുക്കൾ, പ്രകൃതി വിഭവങ്ങൾ, മനുഷ്യ ശേഷി, ഭൂമി, പണം തുടങ്ങിയ. അപ്പം ഈ ധാതുക്കൾ, പ്രകൃതി വിഭവങ്ങൾ, മനുഷ്യശേഷി, ഭൂമി, പണം ഇതൊക്കെ എന്താണ്? നിശ്ചിതമായ അളവിൽ മാത്രമേ ലഭ്യമാക്കുന്നുള്ളൂ. ഇതൊക്കെ നിശ്ചിതമായ അളവിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. അതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, മൂന്നാമത്തത് പരിസ്ഥിതി ഉപയോഗങ്ങൾ, അൾട്ടർനേറ്റീവ് യൂസസ്. ഒരു വിഭവം പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അല്ലെ? ഒരു വിഭവം പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന് ഭൂമി കൃഷിക്കോ നിർമ്മാണത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്താണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് വ്യക്തിപരമായി തീരുമാനിക്കേണ്ടി വരുന്നു. എന്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് നമ്മളെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഭൂമി പല ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കും. അതാണ് അൾട്ടർനേറ്റീവ് യൂസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്കേസിറ്റി ഇൻ എക്കണോമിക്സിന്റെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എക്കണോമിക്സിലുള്ള കുറവുകൾ എന്താണ്? അൺലിമിറ്റഡ് വാൺസും ലിമിറ്റഡ് റിസോഴ്സും അൾട്ടർനേറ്റീവ് യൂസസും ആണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അൺലിമിറ്റഡ് വാൺസ് എന്താണെന്നും പിന്നെ ലിമിറ്റഡ് റിസോഴ്സ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ ഫോർ മെയിൻ ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ ഫോർ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷന്റെ 4 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യതയുണ്ട്. ഒന്ന് ഭൂമിയാണ്, ഫസ്റ്റത്തെ ഭൂമി. രണ്ടാമത്തെ തൊഴിലവസരമാണ്, ലേബർ. മൂന്നാമത്തത് ക്യാപിറ്റൽ, മൂലധനം. നാലാമത്തത് സംരംഭകത്വം, എന്റർപ്രണർഷിപ്പ്.
ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, അപ്പം ഭൂമിയിൽ എന്താ പറയുന്നത് വെച്ചാൽ പ്രകൃതിദത്ത വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഇതിൽ മണ്ണ്, ജലസ്രോതസ്, വനങ്ങൾ, ഖനി ഖനിജല ഖനികൾ, പെട്രോളിയം തുടങ്ങിയ തുടങ്ങിയവ ഉൾപ്പെടുന്നു. അപ്പൊ ഭൂമിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മണ്ണ്, ജലസ്രോതസ്, ഖനികള്, പെട്രോളിയം, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു? ഭൂമിയിൽ ഉൾപ്പെടുന്നു. തൊഴിലവസരം എന്താ? ലേബർ. ഈ ഇതൊക്കെ കിട്ടിയിട്ട് ഇവരെന്തെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്തെയും ലേബർ ആയിട്ട് നിൽക്കും. പിന്നെ മൂലധനം, ഇതിലൊരു മുതൽ മുടക്കുണ്ട്. അപ്പോൾ അതാണ് ഈ മൂലധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് എന്താ? സംരംഭകത്വം, ഓൺട്രപ്രണർഷിപ്പ്. അതായത് ഉൽപാദനത്തിന്റെയും മൂലഘടകങ്ങളെ സമന്വയിപ്പിച്ച് ബിസിനസ് പദ്ധതികൾ നടപ്പാക്കുന്നത് സംരംഭകനാണ്. അപ്പൊ സംരംഭകനല്ലേ ഇത് മൂന്നും കൂട്ടിച്ചേർത്തിട്ട്, മൂലധനം, ഭൂമിയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്തെയുണ്ട്? ഒരു പിന്നെ സംരംഭം തുടങ്ങുന്നത് സംരംഭകനാണ്. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് ദ 4 മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സിമ്പിൾ ആണ്. നിങ്ങൾ പിന്നെ കുറച്ച് ഇതിന് മുമ്പേ പഠിച്ചിട്ടുള്ളതായിരിക്കും ഇത്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഒറിജിൻ ഓഫ് എക്കണോമിക്സ് എന്താ? എക്സ്പ്ലെയിൻ. ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദം കേട്ടോ. ലാറ്റിൻ ഉണ്ടാവും, പലയാതി പദങ്ങളുണ്ടാവും. അപ്പം ഇതൊരു ഗ്രീക്ക് പദമാണ്. ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന വാക്കിന്റെ ഉത്ഭവം. അപ്പം ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന വാക്കിന്റെ ഉത്ഭവം. ഇത് സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്ത് 1776 തന്റെ വെൽത്ത് ഓഫ് നേഷൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു ശാസ്ത്ര പഠന മേഖലയായി സാമ്പത്തിക ശാസ്ത്രത്തെ വികസിപ്പിക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകി. അപ്പൊ ഇതിലൊക്കെ നമ്മളെ ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. അപ്പൊ ഈ ആഡം സ്മിത്ത് എന്ത് ചെയ്തു? ആഡം സ്മിത്തോടുള്ള സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രചനയാണ്, ഒരു ബുക്കാണ് ദ വെൽത്ത് ഓഫ് നേഷൻ. അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു ശാസ്ത്ര പഠന മേഖലയ്ക്ക് പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തെ വികസിപ്പിക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ആഡം സ്മിത്ത് എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയാണ് എക്കണോമിക്സ് എന്ന ഇതിന്റെ ഒറിജിനിലേക്ക് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത്രേ ഉള്ളൂ, ചെറിയ മാർക്കിനെ ചോദിക്കുള്ളൂ. ഓക്കെ, പിന്നീട് ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു വലിയ മാർക്കിന്